ഞാനും നീയും ഒന്നാണേ. ഭാഗം 66. മയൂരി വാഷ്റൂമിലേക്ക് കയറി. അതിലെ വലിയ മിററിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ആ നിമിഷം ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കരച്ചിൽ പുറത്തേക്ക് വന്നു. കണ്ണുകൾ അടച്ച് അവൾ കുറച്ചു നേരം നിന്നു. പെട്ടെന്നാണ് അവളുടെ ഇടുപ്പിൽ ആരുടെയോ കരസ്പർശം അറിഞ്ഞതും അവൾ ഞെട്ടി കണ്ണു തുറന്നു. മിററിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന സൂര്യനെ കണ്ടതും അതുവരെ പിടിച്ചു വച്ചിരുന്ന തുളുമ്പാതെ പിടിച്ചു വച്ചിരുന്ന കണ്ണുനീർ കണ്ണിൽ നിന്നും പതിയെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു. അവളുടെ ഏങ്ങലുകളുടെ ശക്തി കൂടി. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവൾ കരഞ്ഞു പോയിരുന്നു. സൂര്യൻ അവളുടെ തോളിൽ അവൻ്റെ താടി മുട്ടിച്ചു നിന്നു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. അവൻ്റെ കണ്ണുനീർ അവളുടെ നഗ്നമായ തോളിൽ വീണതും അവൾ ഒരു പിടച്ചിലൂടെ കണ്ണു തുറന്ന് അവനെ നോക്കി. കണ്ണുനീർ നിറഞ്ഞൊഴുകുന്ന അവനെ കണ്ടതും പെട്ടെന്ന് അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എന്താ എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂര്യേട്ടാ? അവൾ ചോദിച്ചു. ആ നിമിഷം അവൻ അവളെ ഗാഢമായി പുണർന്നു. അല്പസമയം അവനും അവളും പരിസരം മറന്ന് അങ്ങനെ തന്നെ നിന്നു. ആരുടെയോ കാലടി ശബ്ദം കേട്ടതും അവൾ അവനെ അടർത്തി മാറ്റി. അവൾ വാഷേരിയുടെ അടുത്തേക്ക് ചെന്നു. മുഖം കഴുകി. അവനും മുഖം കഴുകി. അപ്പോഴാണ് അങ്ങോട്ട് ഒരു സ്ത്രീയും പുരുഷനും വന്നത്. മയൂരി വേഗം സൂര്യൻ്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്തിനാ കരഞ്ഞേ? അവൾ ചോദിച്ചു. സങ്കടം വന്നിട്ട്, അവൻ പറഞ്ഞു. എന്ത് സങ്കടം? നിന്നോട് ദേഷ്യപ്പെട്ടില്ലേ? വഴക്ക് പറഞ്ഞില്ലേ? ആ സങ്കടം, അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എനിക്ക് വിഷമമായില്ലല്ലോ, അവൾ പറഞ്ഞു. പക്ഷേ പറഞ്ഞ എനിക്ക് വിഷമമായി, അവൻ തിരിച്ചു പറഞ്ഞു. രണ്ടുപേരും നടന്നു. അവരുടെ ടേബിളിൽ വന്നിരുന്നു. സൂര്യൻ മയൂരിയുടെ അടുത്തിരുന്നു കൊണ്ട് അവളുടെ കൈ കോർത്തു പിടിച്ചു. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇനിയും എനിക്ക് ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ പറ്റില്ല. എനിക്ക് ജീവിക്കണം നിൻ്റെ ഒപ്പം. നിൻ്റെ മാറിലെ സ്നേഹച്ചൂടിൽ കിടന്നുറങ്ങാൻ തോന്നുന്നു. പക്ഷേ അതിനു മുമ്പ് എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ, സൂര്യൻ പറഞ്ഞു. സൂര്യേട്ടനുള്ളപ്പോൾ എനിക്കൊന്നും വരില്ല, ഒരാപത്തും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. ഇത്രയും നാളും ആരുമില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതില്ല. എനിക്ക് ചുറ്റും എൻ്റെ സൂര്യേട്ടൻ്റെ സാമീപ്യം ഞാൻ അറിയുന്നുണ്ട്, അവൾ പറഞ്ഞതും അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചുംബിച്ചു. അപ്പോഴാണ് സൂര്യൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടത്. സൂര്യൻ ഫോൺ എടുത്ത് നോക്കിയതും, നിനക്ക് റൊമാൻസിക്കാൻ വീട്ടിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോടാ നീ അവളെയും കൊണ്ട് ഇവിടെ വന്നിരുന്ന് റൊമാൻസ് കാണിക്കുന്നത്? അനന്തൻ്റെ മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് വായിച്ചതും സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സൂര്യ, നിങ്ങൾക്ക് ചുറ്റും 2 ടേബിളിൽ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ട് ആളുകളുണ്ട്. അനന്തൻ്റെ മെസ്സേജ് വായിച്ചതും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി മങ്ങി. ഓക്കെ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് അവൻ മെസ്സേജ് തിരിച്ചയച്ചു. പക്ഷേ സൂര്യൻ ചുറ്റും നോക്കാൻ പോയില്ല. അവളുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിക്കൊടുത്തു. എന്നാൽ സൂര്യൻ്റെ കണ്ണുകൾ അവനിരുന്ന ടേബിളിൻ്റെ മുന്നിലുള്ള വലിയ മിററിലായിരുന്നു. അതിലൂടെ അവൻ അവൻ്റെ പിന്നിലിരുന്ന് അവരെ തന്നെ നോക്കുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും കണ്ടു. കുറച്ച് മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന 3 പുരുഷന്മാരെയും. അവരുടെ നോട്ടം പക്ഷേ ഭക്ഷണത്തേക്കാൾ കൂടുതൽ തങ്ങളെയാണെന്ന് സൂര്യൻ തിരിച്ചറിഞ്ഞപ്പോൾ സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൾ അവനെ നോക്കിയിരിക്കുന്നത് കണ്ടതും, മതിയാക്കിയോ? അവൻ ചോദിച്ചു. എനിക്ക് മതി, അവൾ പറഞ്ഞു. എന്തുപറ്റി, ഇഷ്ടപ്പെട്ടില്ലേ? അവൻ ചോദിച്ചു. എനിക്ക് ഇഷ്ടക്കേടൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ എനിക്കിഷ്ടം അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ്, അവൾ പറഞ്ഞു. അത് കേട്ട് സൂര്യനൊന്ന് ചിരിച്ചു. അവൻ്റെ ആ ചിരിയിൽ വിരിയുന്ന ആ നുണക്കുഴിയോട് അവൾക്ക് വല്ലാത്ത പ്രണയം തോന്നി. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും, എന്താ? അവൻ ചോദിച്ചു. ഒന്നുമില്ല എന്നവൾ കണ്ണ് ചിമ്മി കാണിച്ചു. എന്തുണ്ടല്ലോ, കാര്യം പറയ്, സൂര്യൻ പറഞ്ഞു. അത് സൂര്യനടുത്തിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും എല്ലാ ടെൻഷനും അങ്ങനെ എല്ലാം എന്നിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു.
എനിക്കറിയാം എൻ്റെ അച്ഛനും അമ്മയും ആപത്തിലാണ് എന്നെല്ലാം. പക്ഷെ സൂര്യേട്ടനുള്ളപ്പോൾ അവർക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ധൈര്യം. അവൾ പറഞ്ഞു. നിന്റെ വിശ്വാസം ഞാനെന്നും കാത്തു സൂക്ഷിക്കും. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കൈ കഴുകിയിട്ട് വാ. അവൻ പറഞ്ഞതും അവൾ കൈ കഴുകാനായി എഴുന്നേറ്റ് പോയി. അവൻ മനഃപൂർവ്വം അവളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടതാണ്. അവൾ കൈ കഴുകാനായി വാഷേരിയിലേക്ക് പോകുന്നത് കണ്ടതും അവരുടെ പുറകിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയും പുരുഷനും എഴുന്നേറ്റ് പോകുന്നത് അവൻ കണ്ടു. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരിയായിരുന്നു. കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മയൂരിയുടെ അടുത്തേക്ക് ആ പെണ്ണ് വന്നു നിന്നത്. അവർ ചിരിച്ചതും മയൂരി തിരിച്ചും ചിരിച്ചു. മലയാളികളാണല്ലേ? ആ പെണ്ണ് മയൂരിയോട് ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. ഞങ്ങളും മലയാളികളാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ആ സ്ത്രീ ചോദിച്ചു. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ്. അതെയോ, ഞങ്ങളും അവിടെ തന്നെയാണല്ലോ, ആ സ്ത്രീ പറഞ്ഞു. ഇതെൻ്റെ ഭർത്താവ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഹണിമൂൺ വന്നതാണ് ഊട്ടിയിലേക്ക്. നിങ്ങളും അങ്ങനെ തന്നെ വന്നതായിരിക്കും അല്ലേ? അല്ല, ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നതാണ്. ഇവിടെ ഞങ്ങൾക്കൊരു വീടുണ്ട്, പിന്നെ ഇവിടെ ബിസിനസ്സും ഉണ്ട്, അതുകൊണ്ട് വന്നതാണ്, മയൂരി പറഞ്ഞു. അതെയോ, എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ്? കൂടെയുണ്ടായിരുന്ന ആ പുരുഷനാണ് ചോദിച്ചത്. സ്വന്തമായിട്ട് ബിസിനസ്സാണ്, മയൂരി പറഞ്ഞു. എനിക്കും ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാണ് ഹസ്ബൻഡ് ചെയ്യുന്നത്? അയാൾ വീണ്ടും ചോദിച്ചു. അത് ഞാൻ പറഞ്ഞാൽ മതിയോ? അപ്പോഴാണ് പുറകിൽ നിന്നും സൂര്യൻ്റെ ശബ്ദം കേട്ടത്. മയൂരി സൂര്യൻ്റെ അടുത്തേക്ക് ചെന്നു. മലയാളികളാണെന്ന് അറിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് സംസാരിച്ച് പരിചയപ്പെട്ടതാണ്, ആ സ്ത്രീ വെപ്രാളം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളും കൊച്ചിയിൽ നിന്നാണ്, ആ സ്ത്രീ വീണ്ടും പറഞ്ഞു. അതിന് സൂര്യൻ ചെറിയൊരു പുഞ്ചിരി നൽകി. പിന്നെ അവളുടെ കൂടെ നിൽക്കുന്ന ആ പുരുഷനെ നോക്കി. ഹലോ, ഞാൻ അനീഷ്. എനിക്ക് കൊച്ചിയിൽ ചെറിയൊരു ടെക്സ്റ്റൈൽസും ഒരു ഫാൻസി ഷോപ്പ് നടത്തുകയാണ്, അയാൾ പറഞ്ഞു. സാറ്? ഞാൻ ഗോകുലം ഗ്രൂപ്പിലാണ്, സൂര്യൻ പറഞ്ഞതും അതെയോ, ഗോകുലം ഗ്രൂപ്പ് സൂര്യനാരായണൻ്റെ അല്ലേ? അയാൾ ചോദിച്ചു. അതെ. എന്താ സാറിൻ്റെ പേര്? അയാൾ ചോദിച്ചു. സൂര്യനാരായണൻ. ഗോകുലം വീട്ടിൽ സൂര്യനാരായണൻ, അവൻ മയൂരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ആ സ്ത്രീയും പുരുഷനും പരസ്പരം നോക്കി. അപ്പോൾ അറിയാനുള്ളത് എല്ലാം അറിഞ്ഞില്ലേ? ഇനി ഞങ്ങൾ കൈ കഴുകി പോയിക്കോട്ടെ? സൂര്യൻ അവരോട് ചോദിച്ചതും അവരുടെ മുഖം വിളറി. എന്നാൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു മയൂരി. സൂര്യൻ അവരെ നോക്കി, പിന്നെ മയൂരിയെയും. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ കൈ കഴുകി മയൂരിയുടെ അടുത്തേക്ക് വന്നു. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ? കാണാം എന്ന് സൂര്യൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞ് മയൂരിയെയും കൊണ്ട് അവിടെ നിന്നും നടന്നു. സൂര്യൻ ഫോൺ എടുത്ത് അതിൽ അനന്തനെ വിളിച്ചു. ഞാനും മയൂരിയും ഇപ്പോൾ ഇറങ്ങും. ഇപ്പോൾ ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ആ 2 പേരെയും ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ 2 പേരെയും ഒന്ന് നിരീക്ഷിക്കണം. അവർ ഇപ്പോൾ ഫോണിൽ ആരെയെങ്കിലും വിളിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ കാണാൻ വരുന്നുണ്ടോ എന്നെല്ലാം നോക്കണം എന്ന് പറഞ്ഞ് സൂര്യൻ കാറിൽ കയറി. മയൂരിയും. അവർ അവിടെ നിന്നും കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്തു. എങ്ങോട്ടാ സൂര്യേട്ടാ? അവൾ ചോദിച്ചു. ചുമ്മാ ഒന്ന് കറങ്ങാൻ, അവൻ പറഞ്ഞു. രാത്രി ഇത്രയായില്ലേ സൂര്യേട്ടാ, നമുക്ക് വീട്ടിൽ പോകാം, അവൾ പറഞ്ഞു. പോണോ? പോകാം. എനിക്ക് എന്താണെന്നറിയില്ല, ഒരു നെഗറ്റീവ് ഫീല് തോന്നുന്നു സൂര്യേട്ടാ, അവൾ പറഞ്ഞു. ശരി, എന്നാ പോകാം എന്ന് പറഞ്ഞ് അവൻ കാറ് തിരിച്ചു. അവർ വീട്ടിലെത്തിയതും മയൂരിയുടെ ഫോൺ എടുത്ത് സൂര്യൻ ആദ്യം നോക്കിയത്. അവരെ കണ്ടപ്പോഴാണ് അച്ഛനും അമ്മയും മുത്തശ്ശിക്കും എല്ലാം ആശ്വാസമായത്. മയൂരി, ഈ ഫോണിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ എടുക്കണം. പിന്നെ ഞാൻ നിൻ്റെ കൂടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയണം. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം പറയരുത്, കേട്ടല്ലോ, സൂര്യൻ പറഞ്ഞു. എന്താ സൂര്യേട്ട പ്രശ്നം? പ്രശ്നമല്ലോ ഉണ്ടോ? മയൂരി ചെറിയൊരു പേടിയോടെ ചോദിച്ചു. പ്രശ്നമുണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞതാണ്. ആര് വിളിച്ചാലും എടുക്കണം, സംസാരിക്കണം. ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുകയും വേണം, കേട്ടല്ലോ, അവൻ പറഞ്ഞു. ശരി. അവൾ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്കാണ് പോയത്. നല്ല ഉറക്കാണ് ബെഡിൽ കിടന്നുകൊണ്ട്. മോളെ. അവൾ അച്ഛൻ്റെയും അമ്മയുടെയും റൂമിലേക്ക് ചെന്നതും അമ്മ വിളിച്ചു. ഇനി സൂര്യൻ്റെ ഒപ്പം തന്നെ താമസിച്ചാൽ മതി, അനന്തൻ്റെ ഒപ്പം ഭവ്യയും. വംശി എന്തായാലും ഇനി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ സൂര്യൻ വിചാരിക്കണം. ഇനി അവൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ഗോകുലം തറവാടിൻ്റെ പടി ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും
നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം. രണ്ടുപേരും രണ്ടുപേരുടെയും ഭർത്താക്കന്മാരുടെ മുറിയിലേക്ക് പൊയ്ക്കോ. അത് കേട്ടതും ഭവ്യയുടെ കണ്ണുകൾ വിടർന്നു. അത് മയൂരി കാണുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. ശരിയാണ്, ഈ സമയത്ത് ഒരുപാട് ആഗ്രഹിക്കും തൻ്റെ ഭർത്താവിൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ, ഭർത്താവിൻ്റെ സാമീപ്യം. അവൾ ഓർത്തു. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും അവരുടെ മുറിയിലേക്ക് എടുത്തു വെച്ചോളൂ. അമ്മ പറഞ്ഞതും ഭവ്യയും മയൂരിയും അവരുടെ സാധനങ്ങളെല്ലാം സൂര്യൻ്റെയും അനന്തൻ്റെയും മുറിയിലേക്ക് എടുത്തു വെച്ചു. സൂര്യൻ്റെ മുറിയിലേക്ക് മയൂരി കയറുമ്പോഴാണ് അവളുടെ അടുത്തേക്ക് ഫോണുമായി രക്ഷ വരുന്നത്. മയൂരി, ദേ ഫോൺ അടിക്കുന്നു. അവൾക്ക് നേരെ ഫോൺ നീട്ടിയതും മയൂരി ഫോൺ എടുത്തു നോക്കി. പിന്നെ രക്ഷയെയും ഒന്ന് നോക്കി. എടുത്തു നോക്ക് ആരാണെന്ന് രക്ഷ പറഞ്ഞു. എന്താ, നിനക്ക് പേടിയുണ്ടോ? രക്ഷ ചോദിച്ചു. അത് പിന്നെ ഏട്ടത്തി, എനിക്ക് ആരാണ് ഇത്രയും നാളും വിളിക്കാതിരുന്നിട്ട് പെട്ടെന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നു. ആണോ? എന്നാ നീ വാ, നമുക്ക് സൂര്യൻ്റെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചെടുക്കാം എന്ന് പറഞ്ഞ് രക്ഷ അവളെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ മടിയിൽ മോളിരിക്കുന്നുണ്ട്. അച്ഛൻ സൂര്യനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യ, മയൂരിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് എടുക്കാൻ എന്തോ ഒരു പേടി പോലെ. എന്താ ചെയ്യേണ്ടത്? ഫോൺ എടുക്കണോ? രക്ഷ ചോദിച്ചതും സൂര്യൻ എഴുന്നേറ്റ് വന്ന് മയൂരിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന ഫോൺ നോക്കി. ഫോൺ എടുക്കാൻ പറഞ്ഞു. സൂര്യൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. സൂര്യൻ പക്ഷേ ഫോൺ സ്പീക്കറിലിട്ടു. മയൂരി, ഞാൻ അഡ്വക്കേറ്റാണ്. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അങ്ങോട്ട് വരട്ടെ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ, അപ്പോൾ സൈൻ ചെയ്തു തരാൻ എളുപ്പമായിരിക്കും. അയാൾ പറഞ്ഞതും മയൂരി സൂര്യനെ നോക്കി. സൂര്യൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാവരും അയാൾ പറയുന്നത് കേട്ടു. ഇപ്പോൾ മയൂരി സൂര്യൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നെ ഈ കടമ ഏൽപ്പിച്ച ആള് എന്നോട് പറഞ്ഞിരിക്കുന്നത് ആ ഡോക്യുമെൻറ്റ്സിലെല്ലാം സൈൻ ചെയ്ത് മേടിച്ചു കൊണ്ടുവരാനാണ്. ആ സൈൻ കിട്ടിയാൽ ഉടൻ തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ അടുത്ത് എത്തിയിരിക്കും. വക്കീൽ പറഞ്ഞത് കേട്ടതും മയൂരിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ സൂര്യനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലായതും അവൻ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. അവൻ്റെ സമ്മതം കിട്ടിയതും അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. പറയ്, അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞതും ശരി, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങൾ ഇവിടെയുണ്ട്. ഓക്കെ മയൂരി, അപ്പോൾ നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ ബംഗ്ലാവിൽ എത്തിക്കോളാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ അവരുടെ വക്കീൽ മാത്രമാണ്. എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ജോലി ആ പേപ്പറുകളിൽ സൈൻ മേടിക്കുക എന്നത് മാത്രമാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് മയൂരിക്ക് മനസ്സിലായില്ലെങ്കിലും അടുത്ത് നിൽക്കുന്ന സൂര്യന് മനസ്സിലായിട്ടുണ്ടാവും. അയാൾ പറഞ്ഞതും മയൂരി ഒന്ന് ഞെട്ടിയെങ്കിലും സൂര്യൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. അത്രയും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യാൻ പോയതും സൂര്യൻ ഫോൺ വാങ്ങി. സാറിനെ ഏൽപ്പിച്ച ജോലി സാറ് വളരെ കൃത്യമായിട്ട് ചെയ്തു. ഇനി എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അവരോട് എന്നെ വിളിക്കാൻ പറയണം. എന്നിട്ട് ഞാൻ സൈൻ ചെയ്തു തരാം. പക്ഷേ മയൂരി പറഞ്ഞു, ഏയ്, ഞാൻ സൈൻ ചെയ്യണമെങ്കിൽ എന്നെ വിളിക്കണം. അത് വക്കീൽ സാറല്ല, സാറിനെ ഇത് ഏൽപ്പിച്ച ആളുകൾ എന്നെ വിളിക്കണം. എന്നിട്ട് സാറ് വന്ന് എൻ്റെ സൈൻ മേടിച്ചോളൂ. ഓക്കെ? അത്രയും പറഞ്ഞ് സൂര്യൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സൂര്യ, ഒന്നുമില്ല അച്ഛാ, ഒന്നും ഉണ്ടാകില്ല. അച്ഛന് മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ നാളെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? അച്ഛൻ ചോദിച്ചു. അതെ അച്ഛാ, മയൂരി നാളെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്തായാലും മയൂരിക്ക് ഈ സ്വത്തിനോടൊന്നും ഒരു താല്പര്യവുമില്ല. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനോടെ വേണമെന്ന് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ കടമയല്ലേ? സൂര്യൻ പറഞ്ഞു. എന്നാലും സൂര്യ, നമ്മളത് സൈൻ ചെയ്ത് കൊടുത്താലും അവർ മയൂരിയുടെ അച്ഛനെയും അമ്മയെയും വിടുമെന്ന് എന്താ ഉറപ്പ്? സൂര്യൻ്റെ അച്ഛൻ ചോദിച്ചു. എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. സൂര്യൻ പറഞ്ഞതും മയൂരി ഞെട്ടി അവനെ നോക്കി. അവൾ നോക്കുന്നത് കണ്ടതും സൂര്യൻ അവളോട് ചോദിച്ചു, ഉറപ്പുണ്ടോ? നമ്മൾ രണ്ടുപേരും ഇത് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ അച്ഛനെയും അമ്മയെയും അവർ വിട്ടുതരുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ വിട്ടുതരാനായിരുന്നെങ്കിൽ അവർക്ക് ഈ ആവശ്യവുമായിട്ട് നേരത്തെ നമ്മുടെ മുന്നിലേക്ക് വരാമായിരുന്നു. പക്ഷേ അവർ വന്നില്ല. അപ്പോൾ അവർക്ക് മയൂരിയുടെ അച്ഛനെയും അമ്മയെയും വിട്ടുതരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്.
പക്ഷേ ഞാനത് പറയില്ല കേട്ടോ. മയൂരിയുടെ ഇഷ്ടമാണ്. അയാൾക്ക് അതെല്ലാം വിട്ടുകൊടുത്ത അച്ഛനെയും അമ്മയെയും വീണ്ടെടുക്കണം, മോചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാൻ തൻ്റെ കൂടെ നിൽക്കും. പക്ഷേ എൻ്റെ ഭാര്യാപിതാവിനെയും മാതാവിനെയും എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താതെ ഞാൻ യാതൊരു ഡോക്യുമെൻറ്റ്സിലും സൈൻ ചെയ്ത് കൊടുക്കില്ല. ഇതാണ് എൻ്റെ തീരുമാനം. സൂര്യൻ പറഞ്ഞതും മയൂരി അത്ഭുതത്തോടെ നോക്കി. ശരിയാണ് സൂര്യൻ പറഞ്ഞത്. ഒപ്പിട്ട് കൊടുത്താലും ചിലപ്പോൾ തൻ്റെ അച്ഛനെയും അമ്മയും തിരിച്ചു തരുമെന്ന് ഒരു ഉറപ്പുമില്ല. അത് ചിന്തിക്കാതിരുന്നത് എന്താണെന്ന് അവൾ ആലോചിച്ചു. സൂര്യേട്ടാ, അവൾ വിളിച്ചതും വേണ്ട മയൂരി, താൻ ചിന്തിക്കുന്നത് മനസ്സുകൊണ്ടാണ്, തൻ്റെ ബുദ്ധി കൊണ്ടല്ല ചിന്തിക്കുന്നത്. താൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കൂ, എല്ലാ കാര്യങ്ങളും തനിക്ക് മനസ്സിലാവും. എന്നിട്ട് താൻ പ്രവർത്തിച്ചു നോക്ക്. എപ്പോഴും മറ്റുള്ളവരുടെ ഭീഷണി, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടാതെ നമ്മൾക്ക് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന സാധനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പ്രവർത്തിക്കാനാണ്. ബുദ്ധി ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാൻ. പലപ്പോഴും മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ ആലോചിച്ച് ചെയ്യുന്നത് തെറ്റായിരിക്കും. പക്ഷെ ബുദ്ധി നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം, സൂര്യൻ പറഞ്ഞു. അവിടെ നിന്നും ഫോണിൽ ആരോ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മയൂരി അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും അവിടെയുള്ള എല്ലാവരെയും നോക്കി. എന്താ ആനന്ദേട്ടാ, എന്താ? അവരെ ആരോ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അവർ രണ്ടു കൂട്ടരും 2 വണ്ടികളിലായി തിരിച്ചുപോയി. ഓക്കെ, അവർ പോയ വണ്ടി നമ്പർ ശ്രദ്ധിച്ചായിരുന്നോ? സൂര്യൻ ചോദിച്ചു. ശ്രദ്ധിച്ചു, അത് കൊച്ചിയിൽ നിന്നുള്ള വണ്ടിയാണ്. ഓക്കെ, എന്നാൽ പിന്നെ ഇങ്ങോട്ട് പോന്നോളൂ, സൂര്യൻ പറഞ്ഞു. എടാ, നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല. നാളെ രാവിലെ മയൂരിയുടെ അച്ഛൻ്റെ അച്ഛനും വീട്ടുകാരും നമ്മുടെ വീട്ടിലേക്ക് എത്തും. അവർക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കണ്ടേ? അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, സൂര്യൻ പറഞ്ഞു. അവർ വരുമെന്ന് ഉറപ്പാണോ? വരാനൊന്നുമില്ല, അവർ ഇവിടെ തന്നെയുണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക് എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ, സൂര്യൻ പറഞ്ഞു. എടാ, നീ എന്തീ പറയുന്നത്? അതൊക്കെ പറയാം, തണുപ്പ് കൂടി തുടങ്ങി. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വാ, എന്നിട്ട് സംസാരിക്കാം, സൂര്യൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവൻ ഫോണെടുത്ത് മറ്റാരെയോ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആനന്ദനും ബാക്കിയുള്ള ഏട്ടന്മാരും എല്ലാവരും കൂടി വന്നത്. എടാ, അവരിവിടെയുണ്ടെന്ന് ഉറപ്പാണോ നിനക്ക്? പിന്നല്ലാതെ. പിന്നെ അപ്പോൾ ഇന്ന് മയൂരിയോടും അത് കഴിഞ്ഞ് എന്നോടും സംസാരിച്ചത് ആരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഏത്? നിങ്ങളോട് റെസ്റ്റോറൻറ്റിൽ വെച്ച് സംസാരിച്ചതോ? അതെ, അത് മയൂരിയുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനും ഭാര്യയുമാണ്. പിന്നെ ഞങ്ങളുടെ പുറകിലിരുന്ന് സംസാരിച്ച 3 ആണുങ്ങൾ, അവർ മയൂരിയുടെ അച്ഛൻ്റെ മൂത്ത സഹോദരൻ്റെ ആൺമക്കളാണ്. സൂര്യ, അപ്പോൾ അവർ ഫാമിലിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? അതെ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ വന്നത് ഒരു പെണ്ണ് കാണലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പെണ്ണ് കാണലോ? ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലെ സ്റ്റോറിയില്ലാഞ്ഞത്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടി വന്നു, പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാ സ്റ്റോറികളും തന്നെ ഇന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളെ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ കൊണ്ടുവന്ന് നിർത്തിയെന്ന് എനിക്ക് തോന്നി. ഞാൻ നാളെ എന്തായാലും നേരത്തെ ഈ സ്റ്റോറി ഇട്ടേക്കാം കേട്ടോ. ടെൻഷൻ അടിച്ച് ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.